പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. അള്ളാഹു റമദാനിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കൃത്യമായ ഒരു പ്ലാൻ റമദാനിൽ നമുക്കുണ്ടാകണം. കഴിഞ്ഞ റമദാനുകളുടെ പോലെ നഷ്ടങ്ങളുടെ കഥകളാകരുത് ഈ ഒരു റമദാൻ നമുക്ക് സമ്മാനിക്കുന്നത്. മറിച്ച് റമദാനിന് മുന്നേ ഒരുങ്ങി റമദാനിനൊരു രൂപം കണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ഖുതുബയിൽ ഈ റമദാനിൽ നമ്മൾ വരുത്തേണ്ട ചില ക്രമീകരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് കേട്ടുപോകാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ളതാണ്, നമ്മുടെ കുടുംബങ്ങൾക്ക് നടപ്പിലാക്കാനുള്ളതാണ്. അങ്ങനെ ഒരു ക്രമീകരണം വരുത്താനുള്ളതാണ്. സുബഹിയുടെ മുമ്പേ നമ്മുടെ ദിവസം ആരംഭിക്കണം. എപ്പോഴും അങ്ങനെയാകാൻ നമ്മൾ പരിശ്രമിക്കണം, ആഗ്രഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തായം കഴിക്കാൻ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അഹ്ലി കിതാബിൻ്റെ നോമ്പും നമ്മുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അത്തായമാണ്. എപ്പോഴാണ് നമ്മൾ അത്തായം കഴിക്കേണ്ടത്? 5:30 അടുത്ത് നിൽക്കുന്നൊരു സമയത്താണ് ഫജർ, പ്രഭാതോദയം. പ്രഭാതോദയം മുതലാണ് നോമ്പ് ആരംഭിക്കുന്നത്. ബാങ്ക് വിളിച്ചോ ഇല്ലേ എന്നതല്ല. ഫജർ ഉദിച്ചു കഴിഞ്ഞാൽ നോമ്പിൻ്റെ സമയം ആരംഭിച്ചു. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാൻ ഒരല്പം വൈകി, പക്ഷെ നമുക്കുറപ്പാണ് ഫജർ ആയിട്ടുണ്ട്, സുബഹിയുടെ സമയമായിട്ടുണ്ട്. എങ്കിൽ പിന്നീട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല. അപ്പം അതിനു മുമ്പാണ് നമ്മുടെ അത്തായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ്, എപ്പോഴാണ് അത്തായം കഴിച്ചത്? സ്വഹാബത്ത് പറയുന്നു, തസഹർന മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാമ ഇല സ്വലാ. ഞങ്ങൾ റസൂലുള്ളാഹിയുടെ കൂടെ അത്തായം കഴിച്ചു, പിന്നീട് ഞങ്ങൾ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി വരും. ചോദിക്കപ്പെട്ടു, കം കാന ബൈനൽ അദാനി വസ്സഹൂർ, അത്തായത്തിൻ്റെയും ആ നമസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയം എത്രയാണ്? അഥവാ അത്തായം കഴിച്ച് ആ ബാങ്ക് വിളിക്കാൻ ഫജറിൻ്റെ സമയമാകാൻ എത്ര സമയമുണ്ടാകും? ഖദ്റു 50 ആയ, ഒരു 50 ആയത്തിൻ്റെ സമയം. അപ്പം നമ്മുടെ അത്തായത്തിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 50 ആയത്ത് ഓതാനുള്ളൊരു സമയമാണ് ഫജറിൻ്റെ സമയത്തിൻ്റെയും അത്തായത്തിൻ്റെയും ഇടയിൽ. 50 ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ്. ഇപ്പോൾ ഒരു 4:45 കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു 5 മണിക്ക് കഴിച്ചാൽ പിന്നെയും നമുക്ക് ഒരു 20 മിനിറ്റോളം സമയം ഖുർആൻ ഓതാൻ, പ്രാർത്ഥിക്കാൻ ലഭിക്കും. ചില ആളുകളൊക്കെ 4 മണിക്ക് അത്തായം കഴിച്ച് പിന്നെ ഒരു ഉറക്കാണ്, എന്നിട്ട് സുബഹിയുടെ 5 മിനിറ്റ് മുന്നേ എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരുന്നവർ. അതല്ല അതിൻ്റെ രീതി. അത്തായം വൈകിപ്പിക്കുന്നതിലാണ് ഖൈർ. അത്തായം വൈകിപ്പിക്കുകയും നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നതിലുമാണ് ഖൈർ. അപ്പോൾ പരമാവധി അത്തായം വൈകിപ്പിക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആളുകൾ അത്തായം തന്നെ കഴിക്കാറില്ല. രാത്രി തറാവി നിസ്കാരം കഴിഞ്ഞ് ധാരാളം കഴിച്ച് ഇനി എനിക്കൊന്നും ആവശ്യമില്ല, ഇനി സുബൈൻ്റെ സമയത്ത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുറങ്ങുന്നവരുണ്ട്. അപ്പം അതല്ല നമ്മുടെ രീതി. സ്വഹാബത്ത് കാണിച്ചു തന്നതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതുപോലെ അത്തായം കഴിഞ്ഞ് ഒരു 50 ആയത്ത് പാരായണം ചെയ്യാനുള്ള ഒരു സമയമായിരിക്കണം നമ്മുടെ അത്തായത്തിൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ. സ്വഹാബത്തിനോട് അവരുടെ അത്തായം കഴിഞ്ഞാൽ എത്ര സമയമുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ മറുപടി നൽകിയത് 50 ആയത്ത് ഓതാനുള്ള സമയമെന്നാണ്. ആ ചോദ്യം നമ്മുടെ വീട്ടിലാണെങ്കിലോ, നിങ്ങൾ അത്തായം കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിൻ്റെ ഇടയിൽ, ബാങ്കിൻ്റെ ഇടയിൽ എത്ര സമയം ഉണ്ടാകും? ഇന്ന് വരുന്ന മറുപടി ഒരു 15 മിനിറ്റ് വാട്സപ്പിൽ തോണ്ടാനുള്ള സമയം ഉണ്ടാകും.
സോഫയിൽ കുറച്ചു നേരം കൂടെ ഒന്ന് കിടന്നുറങ്ങാനുള്ള സമയമുണ്ടാകും. ഒരു തരിക്കഞ്ഞി കൂടെ, ഒരു കട്ടൻ ചായ കൂടെ കുടിക്കാനുള്ള സമയമുണ്ടാകും. നമ്മൾ ആ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ചിലവഴിക്കുന്നത് അങ്ങനെയാണ്. അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്ന, അള്ളാഹു ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്തും മൊബൈലിൽ സമയം തള്ളി നീക്കുന്നൊരു സാഹചര്യം റമദാനിൽ നമുക്കുണ്ടാകരുത്. ഈ റമദാനിൽ കഴിയുമെങ്കിൽ നമ്മളൊരു ക്രമീകരണം വരുത്തണം. സുബഹി നിസ്കരിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടേ ഞാൻ എൻ്റെ മൊബൈൽ തുറക്കൂ. ലോകത്ത് ഒരു അത്ഭുതവും അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല, ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടേ നമ്മൾ വാട്സപ്പ് തുറക്കൂ, നമ്മൾ മൊബൈൽ എടുക്കൂ എന്ന് തീരുമാനിച്ചാൽ ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. എത്രയോ ഹൈറുകൾ നമുക്ക് നേടാം, എത്രയോ പുണ്യമാക്കപ്പെട്ട സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇന്ന് പലപ്പോഴും അത്താഴം കഴിഞ്ഞ് നേരെ മൊബൈൽ, നിസ്കാരം കഴിഞ്ഞ് നേരെ മൊബൈൽ, ദിക്റിൻ്റെയും പ്രാർത്ഥനയുടെയും സമയം അങ്ങനെ നഷ്ടപ്പെടുത്തുന്നു. പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് വരുമ്പോൾ എന്ത് മൊബൈലിൻ്റെ ആവശ്യമാണ് നമുക്കുള്ളത്? അപ്പോൾ റമദാനുകൾ നമ്മൾ അങ്ങനെ ക്രമീകരിക്കുക. മൊബൈൽ എടുത്തു വെച്ച് പള്ളിയിലേക്ക് വന്ന് നമസ്കാരം കഴിഞ്ഞ് അദ്കാറുകൾ നിർവഹിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ മൊബൈൽ ഉപയോഗിക്കൂ എന്ന് തീരുമാനിക്കാൻ, അങ്ങനെ ഒരു ക്രമീകരണം, അങ്ങനെ ചില പരിശീലനങ്ങൾ ഈ റമദാനിൽ നമ്മൾ കൊണ്ടുവരിക. മറ്റൊന്ന്, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, റക്അത്ത അൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ. 2 റക്അത്ത്. വലിയ സൂറത്ത് ഓതണോ? വേണ്ടല്ലോ. സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, എത്ര ചെറിയ സൂറത്തുകളാണ്. ആ 2 റക്അത്ത് ഒരാൾ നമസ്കരിച്ചാൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ, ഈ ദുനിയാവും അതിലുള്ളതും മുഴുവൻ നേടുന്നതിനേക്കാൾ ഖൈറതാണ്. ദുനിയാവ് നേടാനാണല്ലോ ഈ ഓട്ടം. എങ്കിൽ കൂട്ടരെ, ദുനിയാവിനേക്കാൾ ഖൈറായൊരു കാര്യം നിങ്ങൾക്കിതാ, സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. അത് റമദാനിൽ നമ്മൾ തുടങ്ങി വെക്കുകയും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും നമ്മൾ ചെയ്യണം. മറ്റൊന്ന്, ഒരു ജമാഅത്തും നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് നമ്മളൊന്ന് തീരുമാനിക്കണം. സുന്നത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനേക്കാൾ ഫർളിലൂടെയാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുക. മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറത്തു അലൈഹി. അള്ളാഹു ഫർളാക്കിയ, നിർബന്ധമാക്കിയ ഒരു അമലിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് പോലെ സുന്നത്ത് കൊണ്ട് കഴിയില്ല. അള്ളാഹ്ക്ക് ഇഷ്ടം ഫർളാണ്. തറാവി നമസ്കരിക്കാൻ നമ്മൾ വാഹനം ഏൽപ്പിക്കും, കുടുംബസമേതം തറാവി നമസ്കാരത്തിന് പള്ളിയിലെത്തും. സുബഹി ജമാഅത്തോ? സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു. ഒരു ഈത്തപ്പഴവും കുറച്ച് വെള്ളവും കൊണ്ട് പള്ളിയിൽ വന്നാൽ നോമ്പ് തുറന്ന് 1ാമത്തെ റക്അത്ത് മുതൽ മഗ്രിബ് ജമാഅത്ത് കിട്ടും. മഗ്രിബിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു. നോമ്പ് തുറന്ന് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും, നടന്ന് ആടിപ്പാടി പള്ളിയിൽ എത്തുമ്പോഴേക്കും 2 റക്അത്ത് കഴിഞ്ഞു. ഫർളിന്റെ 2 റക്അത്ത് നഷ്ടപ്പെട്ടു. ചില ആളുകൾക്ക് ഫർള് തന്നെ നഷ്ടപ്പെട്ടു. എന്നിട്ട് ആ ജമാഅത്ത് നഷ്ടപ്പെടുത്തി പിന്നെ വന്നിട്ടാണ് നിസ്കരിക്കുന്നത്. ചില ആളുകൾ ഖാദിമുകളാണ്, നോമ്പ് തുറയുടെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവർ. എന്നിട്ടോ നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുത്തി, മഗ്രിബിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടാണ് പിന്നീട് നിസ്കരിക്കുന്നത്. എന്തിനു വേണ്ടി? നോമ്പ് തുറക്കാൻ വേണ്ടി ആ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അതാ നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് അത് ചെയ്താൽ എന്ത് നഷ്ടമാണുള്ളത്? സുബഹി ജമാഅത്തിന്റെ ഫളിൽ തറാവി നമസ്കാരത്തിനില്ല. തറാവിക്ക് ഫളില്ല എന്നല്ല, തറാവി നമസ്കാരത്തിന് ഒരുപാട് ഫളിലുണ്ട്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിന്റെ ഫളിൽ നമ്മൾ പറഞ്ഞു, അതിനേക്കാൾ ഫളിൽ സുബഹിക്കുണ്ട്. അപ്പോൾ ഫർള് നഷ്ടപ്പെടരുത്. അത് ദുഹറാകട്ടെ, അസറാകട്ടെ, ഇശാ ആകട്ടെ, ഫർള് റമദാനിൽ നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. ജുമുഅക്ക് എല്ലാ പള്ളികളും നിറഞ്ഞു കവിയുന്നുണ്ട്. പള്ളി കമ്മിറ്റിയിൽ ചർച്ചയാണ്, ഈ വലിപ്പം പോരല്ലോ,
പള്ളി ഇനിയും കൂട്ടണം, അടുത്ത നില കൂടെ വേണം. ലുഹറിന് എവിടെയാണ് ഈ ആളുകൾ? അസറിന് എവിടെയാണ് ഈ ആളുകൾ? ജുമാക്ക് മാത്രം പള്ളിയിലേക്ക് വരുന്ന ചില ആളുകൾ. അത് സമുദായത്തിൽ നിന്ന് പേര് വെട്ടാതിരിക്കാനാണ്. ജുമാക്ക് വന്നാലേ ഈ സമുദായത്തിൻ്റെ ഭാഗമുള്ളൂ. അള്ളാന്റെ കോടതിയിൽ നമ്മുടെ പേരുണ്ടാകുമെന്ന് ആലോചിച്ചോളി. ലുഹറും അസറും സുബഹിയും മഗ്രിബും നഷ്ടപ്പെടുത്തി, നിർബന്ധമായ നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി, ജുമാക്ക് മാത്രമേ തല കാണിച്ചു പോയാൽ അള്ളാഹുവിൻ്റെ അരികിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ പേരുണ്ടാകോ ഇല്ലേ എന്നത് നമ്മൾ ആലോചിക്കാം. കള്ളുകുടി തിന്മയാണ് നമുക്കറിയാം. കുടുംബത്തിലൊരാൾ കള്ളു കുടിക്കുന്നുണ്ട്, കാരണവന്മാരൊക്കെ മീറ്റിംഗ് വിളിക്കും, നമ്മുടെ തറവാടിനെ പറയിപ്പിക്കാൻ, നമ്മുടെ വീട്ടുകാരെ പറയിപ്പിക്കാൻ. അവൻ എങ്ങനെയെങ്കിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകണം, എങ്ങനെയെങ്കിലും നന്നാക്കണം. ഭയങ്കര ചർച്ചയാണ്. അതേ ഗൗരവമുള്ള ചർച്ചയാണ്, അതേ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരമില്ല എന്നുള്ളത്, സുബഹിക്ക് പള്ളിയിലില്ല എന്നുള്ളത്, മഗ്രിബിന് പള്ളിയിലില്ല എന്നുള്ളത്, ഇശായിന് പള്ളിയിലില്ല എന്നുള്ളത്, നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നില്ല എന്നത്. ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യൽ മാത്രമല്ല തിന്മ, ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കലും തിന്മയാണ്. ആദ്യ നബി ചെയ്ത തെറ്റെന്താണ്? അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തു. ഇബ്ലീസോ? ഇബ്ലീസിന്റെ ഭാഗത്തു നിന്ന് വന്നത് തിന്മ എന്താണ്? ചെയ്യാൻ പറഞ്ഞത് ചെയ്തില്ല. അള്ളാഹ് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഇബ്ലീസ് തയ്യാറായില്ല. റബ്ബ് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ലുഹറും അസറും മഗ്രിബും ഇശാവും നഷ്ടപ്പെടുത്തുന്നവരെ അത് ഗൗരവമേറിയ തിന്മയാണ്. അതുകൊണ്ട് ഈ റമളാനിൽ ഒരു ക്രമീകരണം, നിർബന്ധ നമസ്കാരങ്ങളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് വേണം. മറ്റൊരു കാര്യം, സുബഹി നിസ്കാരം കഴിഞ്ഞുകൊണ്ടുള്ള ഉറക്കം. നിസ്കാരം കഴിഞ്ഞ് വേഗം ഓടാൻ, ദിക്റില്ല, ഖുർആൻ പാരായണമില്ല, എന്നിട്ട് ആ ഉറക്കം കണ്ട് ഖളാ കൂട്ടണം. എത്ര ബറക്കത്തുള്ള സമയമാണ് സുബഹി നമസ്കാരം കഴിഞ്ഞുള്ള സമയം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തൻ്റെ വീട്ടിലേക്ക് ചില ആളുകൾ വന്നു. അവർ പുറത്തിങ്ങനെ കാത്തു നിൽക്കാൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവരെ വിളിച്ചു, വരൂ, നിങ്ങൾ എന്താണ് പുറത്ത് നിൽക്കുന്നത്? അപ്പം അവർ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, വീട്ടുകാർ ഉറങ്ങുകയാണെങ്കിലോ, സുബഹി കഴിഞ്ഞ് ഒന്ന് തലചായ്ക്കുന്ന സമയമാണെങ്കിലോ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് കയറാം എന്നു കരുതിയാണ് ഞങ്ങൾ പുറത്തു നിൽക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ മുഖം ചുവന്നു. അദ്ദേഹത്തിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ റസൂൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇബ്നു ഉമ്മി അബ്ദ് തന്റെ കുടുംബത്തെ ഉറങ്ങാൻ വിടുമെന്ന് നിങ്ങൾ കരുതിയോ? റസൂലുള്ളാഹി ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ സമയം എൻ്റെ കുടുംബം ഉറങ്ങുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ ഉറങ്ങുന്ന ഒരു സംസ്കാരം അത് നമ്മളൊന്ന് മാറ്റേണ്ടതുണ്ട്. പരമാവധി ഖുർആനുമായൊരു ബന്ധം അതെങ്ങനെ ഓതി തീർക്കണം? നമ്മളൊരു ക്രമീകരണം വരുത്തുക. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണോ? അങ്ങനെ നിങ്ങൾ ഓതൂ. ഓരോ നമസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം ഓതാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ നമ്മൾ ക്രമീകരിക്കൂ. നമുക്കൊരു പ്ലാൻ ആ വിഷയത്തിൽ ഉണ്ടാകണം. മഹാനായ ഇമാം മാലിക്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇമാം മാലിക്കിൻ്റെ സദസ്സിലേക്ക് ആളുകൾ ഹദീസ് പഠിക്കാനെത്തും. റമളാൻ എത്തിയാൽ എല്ലാം നിർത്തിവെക്കും. റമളാനിൽ ഇമാം മാലിക്കിൻ്റെ മുന്നിൽ ഖുർആൻ മാത്രമാണ്. അത് ഏത് ഇമാം മാലിക്? ലോകത്ത് വേറൊരാളും അങ്ങനെ ഹദീസ് പഠിപ്പിച്ചിട്ടില്ല. ഇമാം ഷാഫിയെ മുന്നിലിരുത്തി, മഹാപണ്ഡിതന്മാരെ മുന്നിലിരുത്തി ഇമാം മാലിക് ഹദീസ് പറയുമെന്നാണ്. എന്നിട്ട് ഇമാം മാലിക് പറയും, ഈ ഹദീസ് എന്നോട് പറഞ്ഞത് ഇമാം നാഫി ആണ്, ഇമാം നാഫിനോട് ഈ ഹദീസ് പറഞ്ഞത് ഇബ്നു ഉമറാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ, നമ്മുടെ ആയിഷ റളിയല്ലാഹു തആലയുടെ ഉമ്മയുടെ ആ വീടിൻ്റെ ചുമരിൽ കൈവച്ചുകൊണ്ട് പറയും, ഇബ്നു ഉമറിനോട് ഈ ഹദീസ് പറഞ്ഞത് സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൻ്റെ സാഹിബാണ് ആ ഇമാം മാലിക്. അങ്ങനെ ഹദീസ് പഠിപ്പിച്ച ഇമാം മാലിക് ഹദീസിൻ്റെ ദർസ് നിർത്തിവെച്ച് ഖുർആൻ പഠിക്കാനിരിക്കും, ഖുർആൻ പാരായണം ചെയ്യാനിരിക്കും. മഹാനായ സുഫിയാൻ സൗരി, ഇദാ ദഖല റമളാൻ തറക ജമീഅൽ ഇബാദാത്ത് വഅഖ്ബല അലാ ഖിറാഅത്തിൽ ഖുർആൻ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചു, മറ്റു തിരക്കുകളും അതൊന്നും റമളാനിലില്ല, മറ്റു ഷെഡ്യൂളുകളൊന്നും റമളാനിലില്ല.
റമളാനിൽ ഒറ്റ കാര്യം, ഖുർആൻ പാരായണം. ഖുർആനിൻ്റെ മുന്നിൽ അവരുണ്ടായിരുന്നു. അത് നാം നമ്മുടെ വീട്ടിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക. മക്കൾ ഖുർആൻ ഓതണം, കുടുംബസമേതം നമ്മൾ ഖുർആൻ ഓതണം. അതോടൊപ്പം പള്ളിയിൽ ധാരാളം നമ്മൾ സമയം ചിലവഴിക്കണം. ഇത്തികാഫ് മാത്രമല്ല, കഴിയുന്ന സമയം പള്ളിയുമായി ചേർന്നിരിക്കാൻ, പള്ളിയുമായി ബന്ധപ്പെടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. രാത്രി നിസ്കരിച്ചോ, അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും. 8 നിസ്കരിച്ചിട്ട് വിത്ർ വീട്ടും നിസ്കരിക്കാന്ന് പറഞ്ഞു പോലല്ല. വിത്ർ ഞാൻ വീട്ടിലാണ്, എന്നിട്ടൊരു പോക്കാണ്. അല്ല, ഒരു ഇമാമിൻ്റെ കീഴിൽ പൂർണ്ണമായി നിസ്കരിക്കാം. പൂർണ്ണമായി ഒരു ഇമാമിൻ്റെ കീഴിൽ നിസ്കരിക്കാം. ആ ജമാഅത്തിൽ പങ്കെടുക്കാം. നിർബന്ധമെന്നല്ല, പക്ഷേ അതാണ് അതിലെ ഒരു ഹൈറായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ഒരു രീതി. അങ്ങനെ രാത്രി നമസ്കാരം നിർവഹിക്കുക. ഓരോ ദിവസത്തിലും ഒരു ചെറിയ സ്വതക്ക. ഏതാണ് റബ്ബ് സ്വീകരിക്കുക എന്നറിയില്ല. ഏത് ദിവസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ എന്നറിയില്ല. 1000 ഉണ്ടോ 100 വെച്ച് 10 ദിവസവും കൊടുക്കൂ. റമളാനിന്റെ അവസാനത്തെ 10 ഓരോ ദിവസവും 100 വെച്ച് നൽകുക. ഏത് ദിവസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ നമുക്കറിയില്ല. ഏത് ദിവസത്തിലാണ് റബ്ബ് സ്വീകരിക്കുക നമുക്കറിയില്ല. റമളാനിന്റെ ഓരോ ദിവസത്തിലും, ഇതെന്നും പിരിവാണല്ലോ. റമളാനായാൽ പിരിവാര മാസം അല്ല, ഇത് നമുക്കാണ്. ആ കൊടുക്കുന്ന മനുഷ്യൻ അയാളുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് അത് പടച്ചോൻ്റെ അരികിലെത്തുന്നുണ്ട്. സ്വതക്ക നമുക്കാണ്. സ്വതക്ക നിസ്കാരം പോലെ നമുക്കുള്ള ഇബാദത്താണ്. ആ വിഷയം നാം ശ്രദ്ധിക്കുക. വുളൂ കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, പലതും നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ചെറിയ ചെറിയ അമലുകൾ, അത് ഈ റമളാനിൽ ബോധപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കണം. വുളൂ ചെയ്താൽ പടച്ചോനെതാ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടല്ലോ. വുളൂ ചെയ്യുമ്പോൾ പടച്ചോനെ ഞാൻ മിസ്വാക്ക് ചെയ്യണമല്ലോ, ഒരു സുന്നത്താണല്ലോ. ഓരോന്നും അങ്ങനെ ശ്രദ്ധിച്ച് ഇബാദത്തുകൾ ചെയ്യുക. വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന, ഇല്ലാ ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്ന അസ്സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാ. ഒരു ചെറിയ ഒരു അമൽ, പ്രതിഫലം എന്താ? സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. ഇഷ്ടമുള്ളതിലൂടെ മനുഷ്യന് പ്രവേശിക്കാം. സ്ത്രീകൾ, കുട്ടികൾ, അവർക്ക് നമ്മളൊരു ക്രമീകരണം വരുത്തി കൊടുക്കണം. മൊബൈൽ ഇങ്ങനെ നോക്കി റമളാൻ സ്പെഷ്യൽ ഫുഡ് അതിങ്ങനെ സെർച്ച് ചെയ്ത്, ഇന്ന് ഏതാണ് സ്പെഷ്യൽ? റമളാൻ നമുക്ക് സ്പെഷ്യലാണ്, ആഖിറത്തിന് വേണ്ടി. അത് കുറേ വിഭവം ഉണ്ടാക്കി തീർക്കാനുള്ളതല്ല. മറ്റൊരു മാസത്തിലുമില്ലാത്ത സ്പെഷ്യലാണ് റമളാനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ദുനിയാവിലെ ഓരോ വിഭവം ഉണ്ടാക്കി പരീക്ഷിക്കാനുള്ളതല്ല. റമളാൻ ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഭക്ഷണം കുറക്കണം, ഭക്ഷണം ചുരുക്കണം. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? അത്തായം, ഈത്തപ്പഴം, എത്ര നല്ല അത്തായം. ചുരുക്കുക ഏത് കാര്യങ്ങളും. അങ്ങനെ ഇബാദത്തുകളിലേക്ക് മത്സരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.